ബാക്കിയൊക്കെ ആര് വാങ്ങിച്ചു വന്നു? പ്രത്യേകം വാങ്ങിച്ചു. വീടൊക്കെ പുതിയ പ്രത്യേകം. പിന്നെ ഈ ലേഖനൊക്കെ തെക്കേശം തെക്കേശം ഉണ്ടല്ലോ ചെറുത് അവരുടെ വീട്ടില് കൊച്ചുകളെ തെക്കേശം കൊച്ചു നിറയിട്ടുണ്ടല്ലോ. അതെല്ലാം ഈ കത്തേനാണോ വാങ്ങിച്ചത്? അത് ഞാൻ കുഞ്ഞിനെ ഒരിക്കൽ വിളിച്ചപ്പോഴും പിന്നെ എന്റെ വീട്ടിൽ നിന്നും കൂടെ ഞാൻ അറിഞ്ഞത്. അവർക്ക് എന്തോ എന്തോ ഞാൻ ഡൽഹിയില. നമ്മളെന്തിനാ അവിടോട്ട് വരുന്നത്? നമുക്ക് അവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ജോലിയൊന്നും ഇല്ല. ജോലിക്ക് പോകാനാ, വക്കീലായിട്ട് പോകാനാ. നമ്മള് മാമ എങ്ങനെ വന്നപ്പോ നമ്മള് എന്തുവാ കാനഡ വിസയ്ക്ക് വേണ്ടി ഇരിക്കുവായിരുന്നല്ലോ. മാമനറിയാവോ? നമ്മുടെ കാനഡ വിസയ്ക്ക് വേണ്ടി 2 ലക്ഷം രൂപയൊക്കെ കൊടുത്തായിരുന്നു. എന്നിട്ട് ഇവന്മാരെല്ലാം കൂടി അതൊക്കെ തടഞ്ഞു വെക്കുകയും കുറെ ഇതൊക്കെ ഉണ്ട്. നമുക്ക് വർക്ക് വിസയ്ക്കാണ് നമ്മൾ കൊടുത്തത്. നമ്മുടെ എലിജിബിൾ ആണെന്ന് പറഞ്ഞ് അവരിങ്ങനെ 50,000 രൂപ ആദ്യം കൊടുക്കുമ്പോൾ അവരിങ്ങനെ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, പ്രോസസിംഗ് ഉണ്ട്. അപ്പം അവർ പറഞ്ഞ് ഞാൻ എലിജിബിൾ ആണ്, അങ്ങനെ അടുത്ത ഗഡു അടച്ച് നമ്മളുടെ ഇതെല്ലാമായി അവിടുന്ന് നമുക്ക് ഓഫറിലേക്കൊക്കെ വന്നതാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് എന്തോ പറ്റിയെന്ന് അറിയില്ല, ഇവന്മാരിതെല്ലാം അറിഞ്ഞ് ഈ BUP പറയുന്നവരൊക്കെ കുറെ ഇതൊക്കെ ആക്കി അതെല്ലാം തടഞ്ഞിലാക്കി നമുക്ക് വെറും വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാതെ വെറും വിസിറ്റേഴ്സ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് നമ്മളെ 2 ലക്ഷം രൂപ ഇവന്മാർ കൊടുത്തത് എല്ലാം കൂടെ. എന്റെ ചെറുതെല്ലാം ഉണ്ട്. പിന്നെ എവിടെ പോയാലും ഭയങ്കര ശല്യമാണ്. കുറെ നമ്മളെ അറിയാത്ത കുറെ ആൾമാര് നമ്മളെ അറിയുന്നുള്ള കഥകള് വല്ലാത്ത രോഗങ്ങളൊക്കെ ഉള്ളവന്മാർക്ക് കുറെ ആൾമാർക്ക്. നമ്മുടെ ഇവിടെ വന്നത് മുകേഷ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് വിളിച്ചിട്ടാണ് വന്നത്. അല്ലാതെ കുറച്ച് പേരെ അറിയത്തില്ല. ഇവ എന്നിട്ട് അനാവശ്യ കഥകൾ ഉണ്ടാക്കുക. നമ്മളിവിടെ റൂമിനകത്ത് ക്യാമറയൊക്കെ ഉണ്ട് നമ്മൾ ഇരിക്കുന്നതിന്റെ എല്ലാം റെക്കോർഡാ. എന്നാലും നമുക്ക് ഭയങ്കര കഥകൾ, നമ്മള് ഭയങ്കര ഉപദ്രവങ്ങളും പല രീതിയിലുള്ളത്. നമ്മുടെ മണ്ടയ്ക്കൂടെ DDT അടിക്കുക. അതിനെല്ലാം നമ്മുടെ കഥകിന്റെ സൈഡിലെല്ലാം DDTയുടെ ഈ പാട് കാണണം. അതുപോലെ നമ്മുടെ മുറിക്കകത്ത് ഭയങ്കര നാറ്റം വരിക. നാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമന്റെ വീട്ടിലും ആഹാരം ആക്കി ഉണ്ടാക്കുമല്ലോ. എന്ത് നമ്മള് ഡൈനിങ് ഹോളിൽ ഇരുന്നാലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നാലോ ഈ ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ മണം നമ്മുടെ ബെഡ്റൂമിലൊക്കെ വരുമോ? ഭയങ്കര വല്ലാത്ത രീതിയിൽ വരുമോ മാമ? വരുമോ? എന്റെ മാമ വരുമോ? വരുമോ? അല്ല, ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ മണം എവിടെ വരെ പോകുന്നു നമുക്കറിയാമല്ലോ. നമ്മൾ ഇപ്പൊ ഒരു എവിടെ നമ്മൾ ഈ സദ്യക്ക് മണം ഇപ്പൊ ചെന്നറിയാലോ. നമ്മള് അവിടെ കുഴിമന്ദിരമല്ലോ ഉണ്ടല്ലോ, അവിടെ പോയി നിന്നാല് ഒരു പരിധി കൂടെ വല്ലാത്ത വാഴയോ വല്ലോ നമ്മള് എടുത്ത് വരുമോ? സദ്യ വരുന്നിടത്ത് പോയാൽ വരുമോ? വരത്തില്ലല്ലോ മാമ. നമുക്ക് ഇതുപോലെ ഇവിടെ നമ്മുടെ ബെഡ്റൂമിനകത്തിരുന്നാല് ഇതൊക്കെ നമ്മുടെ മണ്ടക്കോട്ട് അടിക്കുക, നമ്മുടെ മുഖത്തേക്കോട്ട് പോയ കാര്യങ്ങളൊക്കെ അടിച്ച് ഇങ്ങനെ തൊഴിൽ കളപ്പിക്കുക ഇവന്മാരുടെ പരിപാടി. എന്ന് വെച്ചാൽ ഈ DDT നമ്മുടെ നേരത്തെ വീണാൽ എങ്ങനെ ഇരിക്കും? നമ്മളറിയോ DDT കൊള്ളത്തില്ലയോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിജു പറയുന്നത് ഇതിന്റെ പുറകിലുണ്ട്, കുറെ ആൾക്കാരുണ്ട് പുറകില്. നമ്മുടെ ബിജു അടുത്ത ബിജു, നിങ്ങളുടെ അയൽക്കാരൻ ബിജു, ഞാൻ ബെർത്ത പോയിട്ടവൻ എഞ്ചിനീയർ നമ്മ. അവന്റെ പേര് ബിജു മതിയോ? അവനുമായിട്ട് നമുക്ക് അവൻ കുറെ കാര്യങ്ങൾ സുഭാഷ് ഭക്തിയുമായിട്ടൊക്കെ നമ്മൾ അതിന്റെ കഴിവ് നമ്മളെ ഇരിപ്പുണ്ട്. അവന് അയച്ചു തരാൻ അവര് പറയുന്ന യാതൊരു കാര്യമില്ല. എന്റെ സ്കൂളിൽ ചെന്ന് സെന്റേജ് ചെന്ന് പഠിക്കാനറിയാം. നമ്മളെങ്ങനെയാണ് അതുപോലെ ഞാൻ പഠിച്ച ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് പഠിക്കേണ്ടത് നമ്മളെ കുറിച്ച് പറയുന്ന എന്തായിട്ടുള്ളത് ഇവന്മാരെ പറയുന്നവരാണ്. എന്നിട്ട് ഇവിടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അതറിയാം. എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഇവിടെ കേൾക്കുമ്പോൾ ആളുകൾ
പേപ്പർ നമുക്ക് ഇല്ലയോ അവന് എന്തുവാ നേരം നേരത്തെ പൊതുവില്ലെന്നുള്ളതിന്റെ 10-100 പേപ്പറൊക്കെ തരും നിങ്ങളുടെ കയ്യിൽ ചോദിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഡൽഹിയിൽ അറിയാമല്ലോ, ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഈ മണമൊന്നും വരത്തില്ല. പക്ഷെ ഇവന്മാരെന്തോ ചെയ്തത് അതുകൊണ്ട് ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇത്ര വർഷം കഴിയുമ്പോൾ വണ്ടി ഓടുന്നത്, ഡീസൽ വണ്ടി ഓടിക്കത്തില്ല, മറ്റേതൊക്കെ ഭയങ്കര നടപടിയുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല. എന്റെ മുറിക്കകത്ത് സർവ്വസമയം ഭയങ്കര നാറ്റം. പെട്രോളിന്റെ നാറ്റം, മണ്ണെണ്ണയുടെ നാറ്റം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഓർഗാനോ ഫോസ്ഫേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ വിഷമുണ്ട്. അത് നമ്മുടെ മണ്ണിലോട്ട് നമ്മൾ ഇരിക്കുന്നിടത്തോട്ട് അയക്കുക. എന്നിട്ട് അതിനകത്ത് പെട്രോളിന്റെ മണമായി ചേർക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കണം അയ്യോ ഇവർക്ക് അറിയാമെങ്കിൽ ആൾക്കാരാണെന്നാണ് വാങ്ങിച്ചേക്കുന്നത്. അതെന്തുവാ കൂട്ടുകാരൊന്നും വേണ്ട. എത്രയോ ആൾക്കാരുണ്ട്. ഇവന്മാർക്കും ഇജു എന്ന് പറയുന്നവര് ഞാൻ പോലെല്ലാം നല്ലപോലെ അറിയാം. അതിന് കാര്യമുണ്ട്. ഞാൻ എറണാകുളത്ത് മാമ പറഞ്ഞു കൊടുക്കുന്നതല്ല, ഞാൻ പറയട്ടെ മാമിനോട് കാര്യം. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യല്ലോ മാമ. അപ്പം അവിടെ റോസിംഗ് മിക്സ് എന്ന് പറയുന്നത് ഒരുത്തന്റെ കമ്പനി കണ്ട് വർക്ക് ചെയ്ത് എനിക്ക് ഞാൻ LLB പഠിക്കുമ്പോൾ അറിയിൽ വെച്ചതായിരുന്നു. എന്റെ കൂടെ പഠിച്ച ഒരവധിയിലുള്ള ജെസ്സിക്കാനൊക്കെ അറിയാമല്ലോ മാമന്. ജെസ്സിക്കാനത്തിന്റെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അയാളുടെ മോൾ എന്റെ കൂടെ പഠിച്ചത്. ക്രിസ്ത്യനെ ബന്ധമുണ്ട്. അയാൾ ആ കൊച്ചിനെ അറിയാവുന്ന എന്നെക്കാട്ടി 3 വയസ്സ് മുതൽ അവർക്കറിയാവുന്നതാ ഇന്ത്യയിൽ. അപ്പൊ അമ്മനെ എന്റെ അറിയാം. അതുകൊണ്ട് അയാൾ വഴി എനിക്ക് ജോലി കിട്ടിയത്. അയാൾ ഒരു കാറ്റാടി എന്ന് പറയുന്ന കമ്പനി നടത്തുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ ജോലി കിട്ടി. എന്നിട്ട് ഇവന്മാരെല്ലാം വന്ന് എന്റെ ജോലി ഇല്ലാതാക്കി. അങ്ങനെ ഇയാൾ പറഞ്ഞു ദീപ ദീപ ഡൽഹി പോകും. അങ്ങനെ പിന്നെ അപ്പൊ എനിക്ക് ഈ മുകേഷ് എന്ന് പറയുന്ന ആളെ അറിയാം. ഞാൻ ഈ ജോലിക്ക് പോരാനായിട്ട് ട്രെയിനിൽ കയറി. അവരോട് പറയാം. അപ്പൊ ഈ എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അങ്ങയുടെ സിമ്മുള്ള ഫോണ്. ആ ഫോണ് ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു തരാം, കുറച്ച് നാളുകൾ എന്റെ കയ്യിൽ ഇരുന്നോളെന്ന് പറഞ്ഞു. ഈ ഫോണുമായിട്ട് നമ്മൾ ട്രെയിനിൽ കയറി. ഡൽഹിക്കുള്ള ട്രെയിനിൽ കയറി. ട്രെയിൻ എടുത്ത് 10 മിനിറ്റോ അരമണിക്കൂർ പോലും ആയില്ല. ഈ പീരേന്ന് പറഞ്ഞിട്ട് അനിയത്തിന്ന് പറഞ്ഞുണ്ടല്ലോ മാമ, അവൾ എന്റെ ഫോണിൽ ഇരിക്കുന്നു. ആ ഫോണിൽ അങ്ങേറെ അവര് വിചാരിച്ചത് ഞാൻ ഡൽഹിക്ക് പോയി വരിക. അപ്പൊ ഈ ഫോൺ ഇങ്ങനെ കൊടുത്തു കാണുന്നതാണ് ഇവർ വിചാരിക്കുന്നത്. ആ ഫോണില് ഈ റോസിംഗ് മിക്സറെ പക്ഷെ ഞാൻ കൊടുത്തില്ലല്ലോ. അപ്പൊ ഞാൻ എടുത്തു. അപ്പൊ ഇവരുടെ സൗണ്ട് എനിക്ക് വന്ന സൗണ്ട് ഒറ്റ ഇതിന് മനസ്സിലായി. പക്ഷെ ഇവർക്ക് മനസ്സിലായില്ല. ഇവളൊക്കെ ചോദിക്കുക റോസിംഗ് മിക്സറുണ്ടോ കേട്ടോ മാമ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ റോസിംഗ് മിക്സറെ. അപ്പൊ എനിക്ക് മനസ്സിലായല്ലോ എന്തിനാ റോസിംഗ് മിക്സറെ. അതെനിക്ക് ജോലിക്കാം ഇതാണ് ഞാൻ. അപ്പൊ അവിടെ വിചാരിക്കുന്നത് റോസിംഗ് മിക്സറിന്റെ ഭാര്യയായി ഫോണിട്ടിരിക്കുന്നത് ഇവിടെ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ഇവർക്ക് മനസ്സിലായി എന്റെ സൗണ്ട്. എന്തായാലും മനസ്സിലാവുമല്ലോ മാമ. ഇവിടെ ചർച്ചയാണ് കട്ട് ചെയ്ത്. പിന്നെ ഞാൻ 1-2 കാര്യം കണ്ട് 4 പറയാൻ വിചാരിച്ചിട്ട് ഇവിടെ എടുത്തില്ല. അപ്പൊ മാമൻ പറഞ്ഞു ഞാൻ പോകുന്നവൻ ഇവരുമായി അയച്ചു വെക്കുന്നുണ്ടോ ഇത് മാമൻ പറയണം. മാമ ഞാൻ ഡൽഹിക്ക് പോവാണെന്നും അല്ല എന്റെ അമ്മയ്ക്ക് പറയുന്നത് അറിയാമെന്നല്ല ഞാൻ പോകുന്നത്. ഞാൻ ഡൽഹിക്ക് പോവാണെന്നും ഈ നമ്പർ വരെ ഇവരുമായി ട്രേസ് ചെയ്ത് പിടിക്കുന്നുള്ളതാണ്. ഞാൻ അങ്ങേരുടെ ഫോണ് മേടിച്ച് അങ്ങേരുടെ നമ്പർ വരെ ഇവരുമായി ട്രേസ് ചെയ്ത് പിടിക്കുന്നത് എങ്ങനെയാണോ മാമൻ പറ. മാമൻ പറഞ്ഞ എനിക്കിന്ന് വരെ വേറെ ഒരാളുടെ നമ്പർ ട്രേസ് ചെയ്ത് പിടിക്കാൻ പറ്റത്തില്ല. ആരുടെയും നടക്കുന്നുണ്ട്. എന്തോ കാര്യം ഇനി ഞാൻ മാമയോട് പറയാം. മാമ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എന്നെ ഈ ശ്രീരാജ് പണിക്കറും ബിജുപിയും കൂടെ കല്യാണം നടക്കണം.